ിലേക്ക് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ നവജാത ശിശുവിനെ ക്ലോസറ്റിലിട്ടു. തിരുവല്ലം സ്വദേശിനിയാണ് ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ചത്. ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിച്ചാണ് യുവതി എത്തിയതെന്നാണ് വിവരം. കുഞ്ഞിനെ ഫയർഫോഴ്സ് എത്തി ടാങ്ക് പൊളിച്ച് പുറത്തെടുത്തു. വിവരങ്ങളുമായി SIT ആശുപത്രിയിൽ നിന്നും ദേവൻ MP ചേരുകയാണ്. ദേവൻ, വിശദാംശങ്ങൾ പറയാം. ലിനിഷ, ഒരുപക്ഷെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അത്രയ്ക്കും നടക്കുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നത്. ഇന്ന് വൈകുന്നേരം 7:00 കൂടി തന്നെ തിരുവല്ലം സ്വദേശിയായിട്ടുള്ള യുവതി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. SIT ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. യുവതി ഇവിടെ വരുമ്പോൾ തന്നെ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ യുവതി ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ അബോർഷനുള്ള ഗുളിക കഴിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഈ പെൺകുട്ടിക്ക് ഈ ബ്ലീഡിംഗ് ഉണ്ടാവുകയും പക്ഷേ ആശുപത്രി അധികൃതരോട് അറിയിക്കാതെ തന്നെ ഈ കുട്ടി ഇവിടെ അടുത്തുള്ള നമുക്ക് പോയി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെയാണ് ഈ പറയുന്ന ഈ സ്ത്രീകളുടെ എല്ലാം തന്നെ ഈ ഒരു രോഗ പരിശോധനയ്ക്കായിട്ടുള്ള ഒരു സ്ഥലമുള്ളത്. ഇതിന്റെ കൂട്ടിരിപ്പുകാർക്ക് തന്നെ പുറത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ സമീപത്തായി ഒരു ബാത്റൂം ഉണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതിനുശേഷം ഈ കുട്ടി അവിടേക്ക് പോവുകയും ഈ കുഞ്ഞിനെ അവിടെ ബ്ലീഡിങ്ങിനെ തുടർന്ന് കുഞ്ഞ് പുറത്തേക്ക് വരികയും, എന്നാൽ അത് ആശുപത്രി അധികൃതരെ അറിയിക്കാതെ തന്നെ ഈ കുഞ്ഞ് ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്തുകൊണ്ട് തന്നെ തിരികെ ഈ ഉണ്ടായിരുന്ന കിടക്കയിലേക്ക് തന്നെ തിരികെ മടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കൂടെ ഉണ്ടായിരുന്ന നഴ്സുമാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഒരു സംശയം തോന്നി. കാരണം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ഈ കുട്ടിക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാരും ഒപ്പം തന്നെ മറ്റാളുകളും തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ കുട്ടി ഇത്തരത്തിൽ താൻ ടോയ്ലറ്റിൽ കുട്ടിയെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു കാര്യം ഈ ആശുപത്രി അധികൃതരോട് പറയുന്നത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരം അറിയിക്കുകയും പിന്നാലെ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തി. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ഈ കുട്ടിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തായി കാണുന്ന ടോയ്ലറ്റിന്റെ ടാങ്ക്, സെപ്റ്റി ടാങ്ക്, അതിനുശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചെടുക്കുകയായിരുന്നു. അവിടെ നിന്നും ഈ കുഞ്ഞിനെ കിട്ടിയെന്നാണ് ഫയർഫോഴ്സ് സംഘം പറയുന്നത്. അതിന് ഈ പറയുന്ന പോലെ തന്നെ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ ഒരു കുഞ്ഞിനെയാണ് അവിടെ നിന്നും പുറത്തെടുത്തതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം. അതിനുശേഷം ഇപ്പോൾ ഈ അമ്മയും ഒപ്പം തന്നെ കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെയും ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ച് ഇവിടെയുള്ള ആശുപത്രി അധികൃതർ നമുക്ക് വിവരങ്ങൾ നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുട്ടി അവിവാഹിതയാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ ഒപ്പം ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് തന്നെ ഈ കുട്ടിയോടൊപ്പം തന്നെ ഈ മറ്റു യുവാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ നിലവിൽ ഈ കുട്ടിയോടൊപ്പം ഇവിടെ ആരുമില്ല. കുട്ടിയുടെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റു ബന്ധുക്കളാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. നിന്നുമാണ് ഈ കുട്ടി മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് എത്തുന്നത്. വരുമ്പോൾ തന്നെ കുട്ടിക്ക് ഈ പറയുന്നത് പോലെ തന്നെ ബ്ലീഡിംഗ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വരുമ്പോൾ തന്നെ അബോർഷൻ ചെയ്യാനുള്ള ഗുളിക കഴിച്ചിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലീഡിംഗ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നാണ് ഈ പറയുന്നത് പോലെ തന്നെ ഈ വിശ്രമ കേന്ദ്രത്തിന് സമീപത്തുള്ള ഈ സ്ത്രീകളുടെ മാത്രമുള്ളൊരു ഏരിയയാണത്. അവിടെ സമീപത്ത് ഒരു ബാത്റൂം ഉണ്ട്. അവിടേക്ക് ഈ കുട്ടി പോവുകയും ഈ പറയുന്നത് പോലെ തന്നെ അവിടെ ഈ ബ്ലീഡിങ്ങിനോടൊപ്പം ഈ കുട്ടിയെ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ നമുക്ക് അല്പം കൂടി വ്യക്തത വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ കുട്ടി നവജാത ശിശു എന്നാണ് പറയപ്പെടുന്നത്. അതായത് പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയാണോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ലിനിഷ, അക്കാര്യത്തിലാണ് നമുക്കിപ്പോൾ ഒരു വ്യക്തതക്കുറവുള്ളത്. നമുക്ക് ഫയർഫോഴ്സ് ഇവിടെ അല്പസമയം മുമ്പ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇവിടെ എത്തിയ ശേഷമാണ് ഈ ബാത്റൂമിന്റെ സെപ്റ്റി ടാങ്ക് പൊളിച്ചെടുക്കുന്നത്. അതിൽ നിന്നും അവർക്ക് ഒരു കുട്ടിയെ കിട്ടിയെന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ അത് എത്ര മാസം വളർച്ച ഉണ്ടായിരുന്നു, 6 മാസത്തിനധികം വളർച്ച ഉണ്ടായിരുന്നു കുട്ടി എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. അത് ആശുപത്രി അധികൃതർ തന്നെയാണ് നമുക്ക് അതിൽ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകേണ്ടത്. നിലവിൽ ഏതായാലും ഇരുവരെയും എനിക്ക് പിന്നിൽ കാണുന്ന ഈ രോഗികളെ ചികിത്സിക്കുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ അവിടേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെയും അപ്പോൾ തന്നെ ഈ അമ്മയുടെയും ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ആ ഒരു അപ്ഡേറ്റ് നമുക്ക് അവിടുന്ന് ആശുപത്രിയിൽ നിന്നും തന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഇവിടെ മറ്റ് രോഗികളും അവരുടെ കൂട്ടിരിപ്പ് ആൾക്കാരുമെല്ലാം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ളത്. നേരത്തെ ആ കാണുന്ന അവിടെ ഒരു മൂലയ്ക്കായി കാണുന്ന ബാത്റൂമിലാണ് ഈ പറയുന്ന പോലെ തന്നെ കുട്ടി പ്രവേശിക്കുന്നതും ഈ സെപ്റ്റി ടാങ്കിനുള്ളിൽ ഈ ക്ലോസറ്റിനുള്ളിൽ ഈ നവജാത ശിശുവിനെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ലിനീഷ് ചോദിച്ചതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയായിരുന്നോ ഈ കുട്ടി എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ശരി, എന്തായാലും തിരുവനന്തപുരം ഒരുപക്ഷെ SIT ആശുപത്രിയിൽ നവജാത ശിശുവിനെ ക്ലോസറ്റിൽ ഇട്ടിരിക്കുകയാണ്. തിരുവല്ലം സ്വദേശിനിയാണ് പെൺകുട്ടി. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. വിവരങ്ങൾ ദേവൻ MP ആണ് നൽകിയത്.